അല്ല ഇത് ഇപ്പൊ വരും പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയും അല്ല ബ്ലോക്ക് ആയിട്ടുണ്ടാവും വഴിയില്ലേ. അല്ല വരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങളിപ്പോ അതിന് തിരക്കൂട്ടണ എന്തിനാണ്? അല്ല എന്നാലും വരാന്ന് പറഞ്ഞല്ലേ. അവര് വരാൻ ലേറ്റ് ആവോ ചോദിച്ചാ? നീ അവരെ നോക്കണ്ട, നീ കടയിൽ പോയിക്കോ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശരിടാ, എന്താവുന്ന സമാധാനം ഇല്ലാതെ ഞാൻ എങ്ങനെയാ പോകുന്നേ? നിനക്കെന്തിനാ സമ്മാനക്കേട്? അവര് വന്ന ഈ മുതലാളി വന്നിട്ട് 20-ാം തീയതി എന്ന് പറയും, അത് കേട്ടാ മതി എന്നല്ലേ ആള് പറയണ. നീ പോയിക്കോ. അല്ല ജെസ്സി പോയിക്കോ, അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോയിക്കോ, ഒരു കുഴപ്പമില്ല. ശരി, എന്തുണ്ടെങ്കിലും വിളിക്കണേ. വിളിക്കാം. ഓ വെറുതെ വഴി കൂടെ പോണ ടെൻഷൻ കൂടി വലിച്ചു തരുന്ന ആളാ മൂപ്പര്. നീ സ്വന്തം മുതലാളി വന്നിരിച്ചാ? അന്തരിച്ചില്ല, വരുമ്പോ വിളിക്കാ. ഞങ്ങൾ ഇജ്ജ് ഒന്നാമത്തെ ഇങ്ങനെ ജയിച്ചിട്ട് വെച്ചിട്ടൊന്നും വരരുതിട്ടാ. ആ പറഞ്ഞു തന്ന മാതിരി നടക്കണോ? എങ്ങനെ കാണിച്ചെന്ന്? അത് നിങ്ങ സ്വന്തം മേനോ സാർ വരുമ്പോ തന്നെ ഇപ്പൊ ഇതുക്കാ പിടി. ആ അതെ, അതാ പാரு ഞാൻ சொல்லி തന്ന மாதிரி വിളിക്കാം, അങ്ങോട്ട് പോ. ഇപ്പടി തന്നെ പാரு. അപ്പൊ ആൻഡ്രോയിഡ് ഇങ്ങനെ കുറി എടുക്കണ പോലെ കാണിക്കരുത്. ഗമയില് നിൽക്ക്. മേനോ സാർ വന്നാ കാരണം വിളിക്ക്, ഞാൻ അപ്പൊ വരാം. പണ്ടാറ നാടകം ചെയ്തിട്ടുള്ളായിരുന്നേ. പണിയറിയാ, ഞാൻ ഇന്നാള് ജോത്സ്യനാക്കിയിട്ടുള്ളതല്ലേ. ആ കൈവൊക്കെ ഉണ്ട്, സ്വഭാവം നന്നല്ലാന്നേ. ഇത് മേനോ സാറിന്റെ വണ്ടിയാണ്. ഇരുന്നോട്ടാ, വിളിക്കാട്ടാ. മേനോ സാറിന്റെ വണ്ടിയാണ്. കാര്യങ്ങൾ കറക്റ്റായ മതിയാണ്. വന്നോ? ആ സാറ് പറഞ്ഞ മാതിരി തന്നെ സമയത്തിന് എത്തി. പങ്കജേഷൻ സാറ് ഒരു ചായ കുടിച്ചോണ്ടിരിക്കാൻ വിളിക്കാം. മേനോൻ സാർ ഇത്തിരി ധൃതിയിലാണ്. വിളിക്ക് സാറേ, അവര് വന്നു. മേനോൻ സാർ നമസ്കാരം. വരൂ വരൂ. ഇതെന്താ ഇവരൊക്കെ ഓടുന്നെന്താ? അതെന്താ മൂപ്പര കോട്ടിന്റെ ഉള്ളിൽ എന്താ ഓന്ത് കയറി എന്ന് തോന്നുന്നുണ്ട്. நீ ஏன்டா இந்த கொலைக்கு கொண்டு வந்திருக்கியாடா? நீ மேனோம் கிலோன்னு சொல்லி யாரு முன்னாடியா கொண்டு வந்திருக்க? செந்தில் முன்னாடியா? സെന്തിൽ അല്ലാന്ന്, അത് മേനോ സാറാണ്, തൃശ്ശൂരുള്ള മേനോ സാറ്. அழியா அந்த ஆளல்ல, அந்த ஆளோட டிரைவரை பாத்தியா நீ? அது செந்தில். ഏത് സെന്തില്? நான் சொன்னல கோயம்புத்தூர்ந்து நான் விச ரெடியாக்கி தரேன்னு சொல்லிட்டு 50,000 ரூபாய் வாங்கின ஆளு விச ரெடியாக்கி கொடுக்கலாம்ல. அந்த 50,000 ரூபாய் தேடிட்டு அம்பளை என்ன தொலாவிட்டே இருக்குது. என்ன பார்த்தா கொன்னுருவா. എടാ സെന്തിലും കിന്തിലും ഒന്നും നിന്നെ തിരിച്ചറിയില്ല. നീ കോട്ടിട്ട് പങ്കജം മുതലാളിയല്ലേ? டேய் நான் அவன் 50,000 ரூபாய் ஏமாத்துறது. என்ன கரைச்சா கொன்னுருவான்டா. അവൻ എന്നെ மாதிரி തമിഴൻ. എടാ ദോരെ നിന്റെ കാല് പിടിക്കാതെ നിനക്ക് 4-5 ഫുള്ളി ഞാൻ മേടിച്ചു തരാം. നീ ആ മുതലാളുടെ അടുത്ത് വന്നിട്ട് 20-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഓടിക്കോ. 4-5 പുള്ളി നീ കൊടുത്താ അത് കഴിக்கிறதுக்கு എനിക്ക് ഉയിര് വേണമല്ലേ? അവൻ കൈ കടച്ചെന്നെ കൊന്നുരുവാണ്ടാ. ആളെ വിട്ട് താവിയേ. എടാ ദോരെ പ്ലീസ് നിക്കടാ. ഇതിലും വലിയ നിറം മാറുന്ന ഒന്നുകളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ കൊടുത്ത പൈസ മേടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. സുല്ലേ, ഇമാതിരി ആൾക്കാരെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത്. സാറേ സാറേ വടി സെന്തിലെ വണ്ടി എടുക്ക്. വടി ഇവിടുത്തെ വാടക. വാടക അല്ല ആളുടെ വണ്ടി എടുക്കാം സെന്തിലെ. എന്ത് പണിയടാ കാണിക്കണേ വെച്ചാലേ? പോയില്ലേ? ഇത് പോയില്ലേന്ന്? നിങ്ങളെന്താ ഓടിയാ? എന്താ ഓടി? ആകെ പ്രശ്നമാണ്. എടാ പരിക്കുട്ടി അളിയൻ പണ്ട് ബിസയ്ക്ക് പൈസ മേടിച്ചിരുന്നു പറഞ്ഞില്ലേ? അത് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഡ്രൈവറിന്റെ കയ്യിൽ നിന്നാണ്. ഇവിടുന്നാണ് പിന്നെ കാണുന്നത്. അത് കണ്ട ഉടനെ ഓടിയതാണ്. എങ്ങനെയുണ്ട് വാസുട്ടെ? ഞാൻ പറഞ്ഞില്ലേ ഈ ജാതി നാടകമൊന്നും നടക്കൂലെന്ന്. ഇതേ പൈസയുടെ ഇടപാടാ. ആ ഇടപാടിലൊക്കെ എന്തെങ്കിലും കളി കളിച്ചാണ്ടല്ലോ പടച്ചം വെറുതെ വിടൂല. ഈ ജാതി ഉഴായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ കിടക്ക പറഞ്ഞിട്ടുണ്ടാവും.